അപ്പൊ ഈ കഥയുടെ ഓർമ്മയാണ് പാഠ്യം വരുന്നത്. അപ്പൊ ഈ കഥയിൽ കൂടിയുള്ള ദൈവം നമ്മുടെ മുൻപിൽ വന്നപ്പോഴും ഇതങ്ങ് വിശ്വാസം. ഇത് ഈ വൈദികൻ മനഃപൂർവ്വം ഇത് പണിത് നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ ഈ കർമ്മത്തിന്റെ പൂർണ്ണത എടുപ്പിക്കാൻ വേണ്ടി ഹോമദീപാദികളും അങ്ങനെ പല തലത്തിലത് അത് എന്തെല്ലാം തരത്തിലുള്ള നന്മയുണ്ടോ അതെല്ലാം അവന്റെ കൈവശമാക്കിയിട്ട് ഈ വൈദികൻ എന്ത് ചെയ്തു? ഇതൊരു തീണ്ടൽ യാതിക്കാനാക്കി മറ്റുള്ളവരെ മാറ്റി. എളുപ്പം. പിന്നെ സൂത്രന് അവിടെ നിന്നൂടെ അക്ഷരം പഠിച്ചൂടാ. അപ്പൊ ഈ സൂത്രനെ അവിടെ എന്ത് ചെയ്യാനൊക്കെ ഒന്നും ചെയ്യാൻ. പക്ഷെ ഇത് കലികാലം വന്നപ്പോൾ ഈ സൂത്രന് ബ്രഹ്മജ്ഞാനമാകാം എന്ന് മനുവിന്റെ നിയമം. ഈ നിയമത്തെ ഞാൻ വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? ഈ നിയമം അനുസരിച്ച് ഈ സൂത്രനെ കുറച്ചു പേരെ ഇങ്ങനെ പെരുക്കിയെടുത്ത് അവന് പ്രത്യേക ഒരു സൂത്രന്റെ പേര് കൊടുത്ത് ഈ സൂത്രനെ കൊണ്ട് കർമ്മിപ്പിക്കാൻ. എങ്ങനെയുള്ള കർമ്മം? വൈദ്യം വെട്ടിക്കാം. ബാക്കി കർമ്മമല്ല ഇവനെ കൊണ്ടിട്ടുണ്ട്. നമുക്ക് ഇവനെ അടിമപ്പെടുത്താൻ വേറൊരു പേര് അതിപ്പോ പറയാൻ പാടില്ലാത്തതൊന്നും പറയുന്നു. അത് ഞാൻ പറഞ്ഞെന്നു ഞാനിപ്പോ പറയാനുള്ളൂ. ഇത്ര ആളുകൂടെ നിർത്തി അത് പറയാനുള്ളൂ. സൂത്രനെ പോലെ പറഞ്ഞാൽ ഈ കാണുമ്പോൾ അത് വരുന്നിരിക്കും. അത് പറയുന്ന ഒരു വായിക്കണം. അതുകൊണ്ട് പറയുന്നു അതും കൂടി അവര് കരുതിക്കൂട്ടി ചെയ്യിക്കും എന്നുള്ളതാണ്. കാരണം ഇവൻ ഒരിക്കലും ബ്രഹ്മവിദ്യ കിട്ടും. ഇവൻ ആചരിച്ചു പോയാൽ ഇവൻ ബ്രഹ്മവിദ്യയിലാകില്ല എന്ന് വിദ്യ അറിയാമോ? ഒക്കെ പറയും ഈ കൂട്ടത്തിൽ പറയും. പിന്നെ പ്രഭു എന്ന് പറഞ്ഞു അവിടെ ഒരു പേരുണ്ട് ചേർത്തലയൊക്കെ. അവിടെ നായന്മാരെ വിളിക്കുന്ന ഒരു വിളിയില്ല. ഞാനിന്റെ വിളിയ പച്ചന്റെ നിന്നെ വരുന്നു അത് ഞാൻ പറയുന്നില്ല. ഒത്തി പോകുമ്പോ ഒന്നിട്ട് പോകാൻ അതിനാണിപ്പോ പറയുന്നില്ല. നിങ്ങളെ പറഞ്ഞു. അപ്പൊ ഇവന് എന്തിനാണ് ഈ നായരെ ഇത്രയും ചെറുക്കാൻ ശ്രമിച്ചത്? മനഃപൂർവ്വം. ഇവിടെ ഈ വളർന്നു വരുന്ന ഇവനോട് ഒട്ടി നിൽക്കുന്നവനാണ് എന്തെങ്കിലും അറിയാവുന്നവൻ. ആരോട്?